എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ പറയുന്നത് 2025 മെയ് മാസം 14 സംഭവിക്കുന്ന വ്യാഴമാറ്റത്തെ പറ്റിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, വ്യാഴത്തിൻ്റെ മാറ്റം നമ്മുടെ ജീവിതമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു. വ്യാഴത്തിൻ്റെ ചാരവശാൽ 3, 6, 12, 8 എന്നീ ഭാവങ്ങളിലുള്ള സഞ്ചാരം മോശം ഫലങ്ങളും, അതുപോലെ തന്നെ 2, 5, 7, 9, 11 എന്നീ ഭാവങ്ങളിലുള്ള സഞ്ചാരം വളരെ നല്ല ഫലങ്ങളും ചാരവശാൽ നൽകുന്നു. വ്യാഴത്തിന് സർവേശ്വരകാരൻ എന്നാണ് പറയുന്നത്. എല്ലാ ഗ്രഹങ്ങളുടെ അധിപൻ. എല്ലാ ഗ്രഹങ്ങളിലും വെച്ച് ഏറ്റവും പ്രാധാന്യവും ശുഭത്വവും കൽപ്പിക്കപ്പെടുന്നത് വ്യാഴത്തിനാണ്. അപ്പോൾ വ്യാഴത്തിൻ്റെ ഈ ഒരു സഞ്ചാരം മെയ് മാസം 14 എപ്രകാരമാണെന്ന് നോക്കാം. മെയ് മാസം 14 രാത്രി 10:35 ഇടവം രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് വ്യാഴം സംക്രമിക്കുന്നു. എന്നാൽ പതിവിന് വിപരീതമായിട്ട് സാധാരണ വ്യാഴം ഒരു വർഷമാണ് ഒരു രാശിയിൽ സംക്രമിക്കുക. എന്നാൽ ഈ പ്രാവശ്യം മെയ് മാസം 14 മിഥുനം രാശിയിൽ പ്രവേശിക്കുന്ന വ്യാഴം മിഥുനം രാശിയിൽ നിന്ന് അതിചാരം സംഭവിച്ച് 2025 ഒക്ടോബർ മാസം 19 അടുത്ത രാശിയായിട്ടുള്ള കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു. കർക്കിടകൻ രാശിയിൽ നവംബർ 11 വരെ തുടരുന്ന ഏകദേശം ഒരു മാസം തുടരുന്ന വ്യാഴം അവിടെ നിന്ന് ആ രാശിയിൽ തന്നെ വക്രം പ്രാപിക്കുന്നു. കർക്കിടകത്തിൽ വക്രത്തിലാവുന്നു. ഏകദേശം ഒരു മാസക്കാലം നവംബർ 11 മുതൽക്ക് ഡിസംബർ 5 വരെ അവിടെ തന്നെ വക്രം പ്രാപിക്കുന്നു. ശേഷം മിഥുനം രാശിയിലേക്ക് തിരിച്ചു വരുന്ന വ്യാഴം അവിടെയും വക്രഗതിയിലാണ് ഡിസംബർ 5 മുതൽക്ക് മാർച്ച് മാസം 11 വരെ തുടരുന്നത്. മാർച്ച് 11 നേർഗതിയിലാവുന്ന വ്യാഴം ജൂൺ മാസം 1 വരെ മിഥുനം രാശിയിൽ നേർഗതിയിൽ സഞ്ചരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ 5 മാസം, ആദ്യ 5 മാസം നേർഗതിയിലും പിന്നീട് ഒരു മാസം അതിചാരം സംഭവിച്ച് കർക്കിടകൻ രാശിയിൽ നേർഗതിയിലും, പിന്നീട് ഏകദേശം 4 മാസക്കാലം വക്രഗതിയിലും, പിന്നീട് 3 മാസക്കാലം നേർഗതിയിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അപ്പോൾ വക്രവും അതിചാരമൊക്കെ മാറി മാറി വരുന്നൊരു അവസ്ഥ നമുക്ക് ഈ ഒരു രാശിമാറ്റത്തിൽ കാണാം. വ്യാഴത്തിൻ്റെ ഈ ഒരു രാശിമാറ്റം ഇടവക്കൂറുകാർക്ക് എപ്രകാരമാണ് ബാധിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കാർത്തികയുടെ അവസാന 3/4 ഭാഗവും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെട്ട 2.25 നക്ഷത്രങ്ങളാണ് ഇടവക്കൂറിലുള്ളത്. ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ജന്മരാശിയിൽ വ്യാഴം സഞ്ചരിക്കുന്ന ഒരു വർഷമായിരുന്നു കഴിഞ്ഞു പോയത്. ജന്മരാശിയിലെ വ്യാഴത്തിൻ്റെ സഞ്ചാരം കണ്ടകശനിയുമായി ചേർന്ന് വന്നതുകൊണ്ട് വളരെ ദുഷ്കരമായൊരു ഘട്ടം, അല്ലെങ്കിൽ തന്നെ ഇവരുടെ ജീവിതം, ഈ ഇടവൻ രാശിക്കാരുടെ ജീവിതം വളരെ പരീക്ഷണ ഘട്ടത്തിലൂടെയാണ് കഴിഞ്ഞ 2 വർഷമായി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് കണ്ടകശനിയും വ്യാഴത്തിൻ്റെ പിഴവൊക്കെ കൂടി വന്ന് അവർക്ക് പൊതുവിൽ അവരുടെ ജീവിതത്തിൻ്റെ ഗതി വളരെ താഴോട്ട് പോകുന്നൊരവസ്ഥയാണ് നിലവിൽ നടന്നു വരുന്നത്. എന്നാൽ ഇവർക്ക് വലിയൊരു സന്തോഷ വാർത്തയായിട്ടാണ് വ്യാഴത്തിൻ്റെ ഈ ഒരു രാശിമാറ്റം. വ്യാഴം രാശി മാറുന്ന ഇവരുടെ ധനസ്ഥാനത്തേക്കാണ്, 2ാം ഭാവമായിട്ടുള്ള ധനസ്ഥാനത്തേക്കാണ്. ഈ വ്യാഴത്തിൻ്റെ മാറ്റത്തോടെ ശനിയുടെ മാറ്റം മാർച്ച് 29 സംഭവിച്ചു. പക്ഷേ അതിൻ്റെ ഫലങ്ങൾ ഇവർക്ക് അനുഭവത്തിൽ വന്നു തുടങ്ങിയിട്ടില്ല. ഈ വ്യാഴത്തിൻ്റെ മാറ്റത്തോടുകൂടി ശനിയുടെ നല്ല ഫലങ്ങളും വന്നു തുടങ്ങും. ഒന്നൊന്നായി ഈ രാശിക്കാർ ഇതുവരെ അനുഭവിച്ചിരുന്ന എല്ലാ ദുരിതങ്ങളും വ്യാഴമാറ്റത്തോടെ ഒന്നൊന്നായി ഒഴിഞ്ഞു പോകുന്നത് ഇവർക്ക് അനുഭവത്തിൽ വരും. ആരോഗ്യ പ്രശ്നങ്ങൾ വരെ എന്തെങ്കിലും അഭിമുഖീകരിക്കുന്ന, നിലവിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കണ്ടകശനിയും അതുപോലെ വ്യാഴപ്പിഴവൊക്കെ വരുമ്പോൾ കൊളസ്ട്രോള്, BP, ഷുഗർ ഇവയൊക്കെ കൂടി നിൽക്കുന്നൊരു ഘട്ടം. കാരണം ഇതൊക്കെ മനസ്സിൻ്റെ അവസ്ഥയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ കൂടിയാണ്. അത്തരം ബ്ലഡ് കെമിസ്ട്രിയൊക്കെ വളരെ മോശമായിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊക്കെ മാറി ഒരു ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞു വരുന്നവർക്ക് വ്യാഴത്തിൻ്റെ മാറ്റത്തോടുകൂടി മനസ്സിലാവും. തൊഴിൽ മേഖലയിൽ കണ്ടകശനി സമയത്ത് ഉറപ്പാണ് തൊഴിൽ മേഖലയിൽ നല്ല പ്രശ്നങ്ങൾ, ഓഫീസ് പൊളിറ്റിക്സ്, നമ്മളെ താഴ്ത്തിക്കെട്ടാനുള്ള ശ്രമം, നമുക്ക് ഒരു സമാധാനമായി തൊഴിൽ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയൊക്കെ ഓഫീസ് സ്പേസിൽ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്ക് പൊതുവിലൊരു എല്ലാ രീതിയിലൊരു അവനവൻ്റെ നില പരുങ്ങലായ അവസ്ഥയായിരിക്കും ഉണ്ടാവുക. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കഴിഞ്ഞ കാലങ്ങളുണ്ട്. എന്നാൽ ഈ ഒരു മാറ്റത്തോടു കൂടിയിട്ട് അവരുടെ ഓഫീസ് സ്പേസിൽ, തൊഴിലിടത്തിൽ നല്ല രീതിയിലുള്ളൊരു അന്തരീക്ഷം, ഒരു സമാധാനപരമായി തൊഴിൽ ചെയ്യാൻ കഴിയുന്നൊരു അന്തരീക്ഷം ഉണ്ടായി വരുന്നത് ഇവർക്ക് അനുഭവത്തിൽ നിന്ന് മനസ്സിലാവും. നമുക്കൊരു സമാധാനത്തോടെ സന്തോഷത്തോടെ ഇരുന്ന് ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായി വരും. ശനിയുടെ സ്ഥിതിയും കൂടി നമുക്കൊരു പ്രാധാന്യം, ജോലി സ്ഥലത്ത് നമുക്കൊരു പ്രാധാന്യം ഉണ്ടായി വരിക, നമുക്കൊരു വിലയുണ്ടായി വരിക, നമുക്കൊരു മറ്റുള്ളവർക്ക് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ആവശ്യങ്ങൾ സാധിക്കേണ്ട കാര്യങ്ങളുണ്ടാവുക, അങ്ങനെയൊക്കെ നമ്മളൊരു പ്രാധാന്യം നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്നത് ഈ വ്യാഴമാറ്റത്തോടെ ഇടവൻ രാശിക്കാർക്ക് അനുഭവത്തിൽ വരും. മംഗളകർമ്മങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കാനുള്ള അവസരങ്ങൾ വരും. ഗൃഹത്തിൽ
പുതിയ ചടങ്ങുകളോ നമ്മുടെ വിവാഹം മുതലായ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റ് മംഗളകർമ്മങ്ങളൊക്കെ നടത്താനും അതിന് ആതിഥേയത്വം വഹിക്കാനും ഒക്കെ ഉള്ളൊരു സമയം വന്നു ചേരും. ഈ പറയുന്ന ഫലങ്ങളൊക്കെ, ഈ വ്യാഴത്തിൻ്റെ മാറ്റത്തോട് പറയുന്ന ഫലങ്ങൾക്കൊക്കെ 10 മടങ്ങ് ഫലങ്ങളാണ് ശനിയുടെ കൂടി അനുഭവത്തിൽ വരും. ശനിയുടെ നല്ല ഫലങ്ങൾ കൂടി അനുഭവത്തിൽ വരുമ്പോൾ ഈ പറഞ്ഞ ഫലങ്ങൾക്ക് ആരോഗ്യപരമായിട്ടും തൊഴിൽ മേഖലയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും 10 മടങ്ങ് നല്ല ഫലങ്ങളാണ് വരുന്നത്. ശനിയുടെ ആ ഒരു സ്ഥിതി ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത്. സർവ്വ അഭീഷ്ടം, മനസ്സിലെ അഭീഷ്ടങ്ങൾ സാധിക്കുന്ന സമയം. കല, രാഷ്ട്രീയം, മീഡിയ ഈ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഇത് പ്രശസ്തിയുടെ സമയമാണ്. ഇവരുടെ പ്രശസ്തി ഉയരുന്ന, കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ സിനിമ അല്ലെങ്കിൽ കല, മീഡിയ ഇതിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് അവസരങ്ങൾ ലഭിക്കാതെ വരുന്നൊരവസരം ഉണ്ടായി കാണാം. അങ്ങനെ അവർക്ക് ഒരു അവനവൻ്റെ പ്രാധാന്യം നഷ്ടപ്പെട്ട് നമ്മൾ അപമാനിതരായിട്ട് നിൽക്കുന്ന, ഒരു ഒതുങ്ങി നിൽക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായെങ്കിൽ പോലും അങ്ങനെ അവസരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നേരെ തിരിച്ചാണ്. ഒരു പ്രശസ്തിയുടെ സമയമാണ്. നമ്മളുടെ ഒരു പേരും പ്രശസ്തിയൊക്കെ ഉയരുന്നൊരു സമയമാണ്. നമുക്ക് നല്ല മികച്ച പ്രൊഡക്ഷൻ കമ്പനികളൊക്കെ ആയിട്ട് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ കഴിയുക, മികച്ച തൊഴിൽ ഓഫറുകൾ ലഭിക്കുക ഒക്കെയാണ് ഇനി ഇവർക്ക് വരുന്ന സമയം. ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള കണ്ടകശനി, 7 ശനി സമയത്താണ് കൂടുതലെങ്കിൽ കണ്ടകശനി സമയം സാധ്യതയുണ്ട്. നിയമപ്രശ്നങ്ങൾ, എന്തെങ്കിലും തരത്തിലുള്ള കേസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഇടവൻ രാശിക്കാരുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു പ്രശ്നത്തിൽ നിന്ന് പതിയെ പുറത്തു കടക്കാൻ വേണ്ടി സാധിക്കും. നിയമപ്രശ്നങ്ങളുടെ തലവേദനയൊക്കെ ഒഴിഞ്ഞു പോകുന്നൊരവസ്ഥ ഇവർക്ക് അനുഭവത്തിൽ വരും. സമൂഹത്തിൽ നമ്മുടെ നിലയും വിലയും വർദ്ധിക്കും. ഇവർക്ക് കഴിഞ്ഞ മുമ്പത്തെ രാശിമാറ്റങ്ങളിലൊക്കെ വ്യാഴം 12-ലൊക്കെ സഞ്ചരിക്കുന്ന സമയം 7 ശനി കണ്ടകശനിയായിട്ട് കൂടി വരുമ്പോൾ ഇവരുടെ പേര് പോകുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. കണ്ടകശനിയും അതുപോലെ തന്നെ വ്യാഴം 12 സഞ്ചരിക്കുമ്പോൾ അവനവൻ്റെ പേരും പദവി നഷ്ടപ്പെടുക, നമുക്കൊരു വിലയുണ്ടായിരുന്ന വില പോയല്ലോ എന്ന് നമ്മൾ ഓർക്കുന്നൊരു ഘട്ടം ഇവർക്ക് വന്നു കാണാം കഴിഞ്ഞ 2 വർഷത്തിന്. ആ ഒരു സമയത്തിന് ഒരു തിരിച്ചുവരവായിട്ടാണ് ഇവർക്ക് ഈ വ്യാഴം 2-ലേക്കും വരുന്നു, ശനി 11-ലേക്കും വരുന്നു. ആ ഒരു സമയത്ത് നമുക്ക് നഷ്ടപ്പെട്ട പേരും പ്രാധാന്യവും പ്രശസ്തിയൊക്കെ സമൂഹത്തിൽ കൈവരുന്നത് നമുക്ക് മനസ്സിലാവും. ഇവരെന്ത് ചെയ്താലും തൊട്ടതെല്ലാം പൊന്നാകുമെന്ന് പറഞ്ഞാൽ എന്ത് കാര്യത്തിൽ ഇറങ്ങിയാലും അതൊക്കെ നടന്നു കിട്ടും. ഏതൊരു ബിസിനസ് ആയാലും ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോകളിൽ വീണ്ടും ആവർത്തിക്കുന്നത്, അതായത് ലോങ് ടൈം പ്ലാനുകൾക്കാണ് ശനി ഒരു നല്ല ഫലങ്ങൾ നൽകുന്നത്. അപ്പോൾ ബിസിനസ്സോ അങ്ങനെയൊക്കെ ആയിട്ട് തുടങ്ങുന്നത് നല്ലതാണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, അത് വീണ്ടും ആവർത്തിക്കുന്നു. അപ്പോൾ അത് ഇവർ ചെയ്യുന്ന ഏതൊരു കാര്യവും, പ്രത്യേകിച്ച് ദീർഘകാല പദ്ധതിയൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ സഫലമായിട്ട് ഒരു കാര്യവും നിഷ്ഫലമായി പോവില്ല ചെയ്യുന്നത്. ജീവിതത്തിലെ ചിരകാല അഭിലാഷങ്ങളും അതുപോലെ തന്നെ ജീവിത അഭിലാഷങ്ങളൊക്കെ പൂവണിയുന്നൊരു സമയമാണ്. ഒരു വീട് വയ്ക്കാൻ ആഗ്രഹിച്ചിരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒരു വീട് പണിയൊക്കെ തുടങ്ങിയിട്ട് അത് പൂർത്തിയാക്കാൻ പറ്റാത്ത ആൾക്കാരൊക്കെ, അതിന് കഴിഞ്ഞ 2 വർഷം അത് തീർച്ചയായിട്ടും നടക്കില്ല, കാരണം അത്തരത്തിലുള്ള ഗ്രഹസ്ഥിതിയായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ബിസിനസ് സംരംഭം ആരംഭിക്കാൻ ഇരിക്കുന്ന ആൾക്കാർക്ക് അതിനൊക്കെ ഉള്ള ഒരു അവസരം വന്നു ചേരും. നമ്മൾക്ക് മനസ്സിൽ ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, അതിനൊക്കെ ഒരു തക്ക അവസരം വന്നു ചേരണം. അപ്പോൾ ആ അവസരം ഈ ഗ്രഹമാറ്റത്തോടു കൂടിയാണ് വന്നു ചേരുന്നത്. ഗൃഹത്തിൻ്റെ പണി പൂർത്തിയാക്കാനും ഗൃഹപ്രവേശനം നടത്തി വീട്ടിലേക്ക് താമസം മാറാനൊക്കെ സാധിക്കും. വാഹനം വാങ്ങാനിരിക്കുന്നവർക്ക് വാഹനം വാങ്ങാൻ കഴിയും, അല്ലെങ്കിൽ മാറ്റി വാങ്ങാൻ കഴിയും. ഇവർ ശ്രദ്ധിക്കേണ്ടത് വ്യാഴം, അങ്ങനെ പൊതുവിൽ എല്ലാ രംഗത്തും അനുകൂലമായിട്ടുള്ള ഫലങ്ങളാണ് ഈ വ്യാഴമാറ്റം പൊതുവിൽ ഇവർക്ക് വരുന്നത്. വ്യാഴം 3-ാം ഭാവത്തിലേക്ക് ചാരവശാൽ 3 കർക്കടകൻ രാശിയിലേക്ക് പ്രവേശിക്കുന്ന ഒക്ടോബർ നവംബർ മാസങ്ങൾ ഈ രാശിക്കാർ അല്പം ശ്രദ്ധ പുലർത്തണം, ഇടവൻ രാശിക്കാർ. അപ്പോൾ വക്രഗതിയിൽ പ്രവേശിക്കുക, അടുത്ത രാശിയിലേക്ക് അതിചാരം സംഭവിച്ച് 3-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആ മാസങ്ങൾ ഒക്ടോബർ നവംബർ മാസങ്ങൾ ഒരു അല്പം ജാഗ്രത പുലർത്തണം. അതുപോലെ തന്നെ വ്യാഴം വക്രഗതിയിലാവുന്ന ഡിസംബർ 5 മുതൽക്ക് മാർച്ച് 11 വരെയുള്ള സമയവും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. അത്ര വലിയ പ്രശ്നങ്ങളുള്ള സമയമല്ല, ഇവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് സ്ലോ ആകാനുള്ള സാധ്യതയുണ്ട്. വക്രഗതിയിൽ വരുമ്പോൾ ഒരു കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തുകൊണ്ടിരുന്നൊക്കെ ഒരു അല്പം സ്ലോ ഡൗൺ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. മാർച്ച് മുതൽക്ക് 2026 മാർച്ച് മാസം മുതൽക്ക് ജൂൺ മാസം വരെയുള്ള സമയം എന്ന് വെച്ചാൽ ജീവിതത്തിൽ തന്നെ ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയമായിരിക്കും, സുവർണ്ണകാലമായിരിക്കും അത്. എല്ലാവരും ഇവർ അംഗീകരിക്കുന്ന, ഇവർക്ക് തന്നെ ഏറ്റവും കൂടുതൽ മനസ്സംതൃപ്തി തോന്നുന്ന ഒരു സമയമായിരിക്കും 2026 മാർച്ച് മാസം മുതൽക്ക് ജൂൺ മാസം വരെയുള്ള ഏകദേശം 3 മാസങ്ങൾ. പൊതുവിൽ നോക്കുമ്പോൾ മെയ് മാസം 14 മുതൽക്ക് ഒക്ടോബർ 19 വരെ വളരെ നല്ല ഫലങ്ങളും, ഒക്ടോബർ നവംബർ മാസങ്ങൾ അല്പം ശ്രദ്ധ വേണ്ട മാസങ്ങളും, ശേഷം ഡിസംബർ മുതൽ കാര്യങ്ങൾക്ക് ചെറിയൊരു മന്ദഗതി മാർച്ച് വരെ പറയാം. ശേഷം മാർച്ച് മുതൽക്ക് ജൂൺ വരെയുള്ള സമയം
ജീവിതത്തിൽ തന്നെ ഏറ്റവും നല്ല സമയമായിട്ടാണ് ഇടവൻ രാശിക്കാർക്ക് കാണുന്നത്. പൊതുവിൽ ഈ വ്യാഴമാറ്റ ഫലങ്ങളിൽ ഇവർക്ക് കാര്യമായിട്ടുള്ള ദോഷഫലങ്ങൾ പറയുന്നില്ല. ഇവർ കാര്യമായിട്ട് പരിഹാരങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. എങ്കിൽ പോലും നമ്മുടെ സത്ഫലങ്ങളെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ കഷ്ടകാല സമയങ്ങളിൽ നമ്മുടെ പിതൃപ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്താൽ കഷ്ടകാലം കുറഞ്ഞു കിട്ടുമെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ നല്ല സമയങ്ങളിൽ കുലദൈവ ധർമ്മദൈവ പ്രാർത്ഥനയൊക്കെ നടത്തുമ്പോൾ നമ്മുടെ നല്ല ഫലങ്ങൾ വർദ്ധിച്ചിരിക്കും. അതുപോലെ തന്നെ കുലദൈവങ്ങളെയും ധർമ്മദൈവ സങ്കേതങ്ങളൊക്കെ ദർശിച്ച് യഥാശക്തി വഴിപാടുകൾ ചെയ്യുക. അമാവാസികളിൽ പിതൃപ്രീതികരമായ കർമ്മങ്ങൾ ചെയ്യുക. വ്യാഴം വക്രം അതിചാരം തുടങ്ങിയ അവസ്ഥകളിൽ പ്രവേശിക്കുന്ന സമയങ്ങളിൽ ശ്രീക്ഷേത്രങ്ങൾ ദർശിച്ച് കഴിയുന്ന പോലെ യഥാശക്തി വഴിപാടുകൾ ചെയ്യുക. അതിന് പരിഹാരം എന്ന് പറയുന്നില്ല, ദർശിച്ചിരിക്കുക. ആ സമയങ്ങളിൽ വക്ര അതിചാരമൊക്കെ വരുമ്പോൾ ശ്രീക്ഷേത്രങ്ങൾ ദർശിച്ചിരിക്കുക. ഇതാണ് ഇടവൻ രാശിക്കാർ ചെയ്യേണ്ട പരിഹാരങ്ങൾ, ഇവർക്ക് വരാവുന്ന പൊതുഫലങ്ങളും വ്യാഴമാറ്റ സമയത്ത്. അപ്പോൾ നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ഇടവൻ രാശിക്കാർ ഒത്തിരിയധികം കാത്തിരുന്ന ഒരു വ്യാഴമാറ്റം എല്ലാ ഐശ്വര്യങ്ങളും നൽകട്ടെ എന്നും നിങ്ങൾക്ക് പൂർവാധിക ശക്തിയോടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ കഴിയട്ടെ എന്നും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.